ഗുഡ് മോർണിംഗ്. ഞാനും ഡീജയും കൂടെ എവിടെ പോ ഡീജെ? സ്വിറ്റ്സർലൻഡിൽ പോവാം. എന്നിട്ട് നാളെ ഞാനും ഡീജയും കൂടെ അങ്ങനെ ഹണിമൂണിന് പോകാൻ തീരുമാനിച്ചു. കല്യാണം ഓഗസ്റ്റ് കഴിഞ്ഞതാണ്. ഡിസംബർ ആയപ്പോഴാണ് ഹണിമൂണിന് പോയത്. ഈ വീഡിയോ ഇടുന്നത് മാർച്ചിലാണ്. എല്ലാം കൊണ്ട് സമയത്തിന് കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നേരം എടുത്തപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. ഡ്രൈവ് ചെയ്താണ് സ്വിസ്സിലോട്ട് പോകുന്നത്. സോ ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് സ്വിസ്സിലെ ലൂസേൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അത് ഏകദേശം ഒരു 4-4.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഓസ്ട്രിയയിലൊന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്വിസ് ബോർഡർ കിടക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് പിന്നെ സ്വിസ്സിലേക്ക് പോയത്. വെളുപ്പിനെ പോയതുകൊണ്ട് തന്നെ സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. ഈ സ്കൈ ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇതാ നമ്മളിപ്പോൾ സ്വിസ്സിലോട്ട് കയറുവാണ് കേട്ടോ. മുകളിൽ സോൾ എഴുതിയേക്കുന്നുണ്ടോ, ടോളാണേ. മുകളിൽ സ്വിസ്സിൻ്റെ ചെറിയ ഫ്ലാഗൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഡ്രൈവ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം സ്വിസ്സിൽ കയറിയ സമയത്ത് കുറച്ച് സണ്ണി വെതറായിരുന്നു, അപ്പോൾ കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലൂസേണിലെത്തി. ലൂസേണിലെത്തി കഴിഞ്ഞപ്പോൾ ലൂസേണിൻ്റെ വെതർ അത്ര പോരായിരുന്നു. വളരെ തണുത്ത ഒരു എന്താ പറയുക, ഒരു ക്ലൗഡി വെതറായിരുന്നു. ഡി ജെ അവിടെ വന്ന് എത്തിയപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ ലൂസേൺ ലേക്ക്. പിന്നെ ഈ കാണുന്നത് ചാപ്പൽ ബ്രിഡ്ജ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫുൾ ലെങ്ത് വീഡിയോ കിടപ്പുണ്ട്. എല്ലാവരും പോയി കാണണം കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ഓതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഗ്രിൽഡ് ഫിഷും പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിഷ് അടിപൊളിയായിരുന്നു, ചിക്കൻ അത്ര പോരായിരുന്നു. പിന്നെ അത് റാത്തോസ് ബ്രൗവറിയാണ്. ബ്രൗവറി എന്ന് പറഞ്ഞാൽ ബ്രൂവറി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം വെച്ചിട്ട് ജർമ്മനിയുടെ അത്രയും പോരാ എന്നായിരുന്നു. പിന്നെ മ്യൂണിക്കിലത്തെ കുറേ ക്രിസ്മസ് മാർക്കറ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തത്. എന്തായാലും ഇത് ഡിസംബറിൽ പോയതായതുകൊണ്ട് കുറച്ചൊരു ക്രിസ്മസ് റിലേറ്റഡ് തീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ എഡിറ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ലേറ്റായി പോയൊരു വീഡിയോയാണ്. പക്ഷേ ഹണിമൂണല്ലേ, മിസ് ചെയ്യണ്ട, ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് വീഡിയോസ് കാണാൻ തോന്നുമ്പോൾ നമുക്കെടുത്ത് കാണാമല്ലോ, ഒരു നല്ല മെമ്മറിയും കൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞു. അതുപോലെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ എൻജോയ് ചെയ്തു. ലോക്കൽ ഫുഡും ഒക്കെ കഴിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോയി. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡി ജെയുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനും US നിന്ന് സ്വിസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും പോയിട്ട് കാണണം. എയർബിഎൻബിയിൽ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഫുൾ വീഡിയോയിലുണ്ട്. അപ്പം താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ.